വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ ഷോ ആണ്. വാൽക്കണ്ണാടി പ്രശാന്ത് എന്ന് കേട്ട് 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 സിനിമയിലൊക്കെ എന്തെങ്കിലും ക്യാരക്ടർ വരുമ്പം ആ. നമുക്ക് മറ്റേ പയ്യനെ ഇട്ടാലോ, ഏത് പ്രശാന്ത്, വാൽക്കണ്ണാടി പ്രശാന്ത്. ഇടയ്ക്ക് പോയി അവിടെ കാത്തിരുന്നിട്ട് ഒരു ഷോട്ടിനെ പറ്റിയാണ്. അതൊന്നും ഇനി പറ്റുകയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ കൃഷാന്തിനോട് പറഞ്ഞപ്പോൾ കൃഷാന്ത് പറഞ്ഞു, ചേട്ടാ അത് ഡേഞ്ചറാണ്, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു, കാരണം അങ്ങനൊന്നും കിട്ടൂല ചേട്ടാ. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ സിനിമ കണ്ട പോലെ അല്ല സിനിമ പഠിക്കാൻ പോകുന്ന ആൾക്കാർ സിനിമ കാണേണ്ടത്, നമ്മൾ പത്രം വായിച്ച പോലെ അല്ല നമ്മൾ പത്രം വായിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ. ഞാൻ സിനിമയ്ക്കായിട്ട് കാത്തിരുന്നു വീട്ടിൽ, മാസങ്ങളോളം കാത്തിരുന്നു, വർഷങ്ങളോളം കാത്തിരുന്നു. ഈ കിഴുത്ത കണ്ടാലല്ലേ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് ഞാൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരി അടുത്ത് പിടിച്ചിട്ട് ഞാൻ പെട്രോൾ ഒഴിച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യം കൂടെ പഠിച്ചു, തീയുള്ളത് പെട്രോൾ ഒഴിക്കാൻ പാടില്ല. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബസ് നാം ഹി കാഫി ഹെ എന്ന് പറയുന്ന പോലെ സോമൻ ഫ്രം നാഗേന്ദ്രൻസ് ഹണിമൂൺ. പ്രശാന്ത് അലക്സാണ്ടർ, വെൽക്കം ടു ദ ഷോ. പ്രശാന്ത്, ശരിക്കും പേര് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? സോമൻ എല്ലാവരും ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് പ്രശാന്ത് അലക്സാണ്ടർ എന്ന് എസ്റ്റാബ്ലിഷ് ആയത്. അത് മാറ്റി സോമനിലേക്ക്. സോമൻ എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോമ എന്നുള്ള വിളി കേൾക്കാൻ ഭയങ്കര നല്ലതാണ്. ഒരു ക്യാരക്ടറിന്റെ പേരിൽ അറിയാന്ന് പറയണത് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു നല്ലതാണ്. ഞാൻ ഏറെക്കാലം എൻ്റെ TV പ്രോഗ്രാമിൻ്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ ഷോ ആണ്. വാൽക്കണ്ണാടി പ്രശാന്ത് എന്ന് കേട്ട് 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 സിനിമയിലൊക്കെ എന്തെങ്കിലും ക്യാരക്ടർ വരുമ്പം നമുക്ക് മറ്റേ പയ്യനെ ഇട്ടാലോ, ഏത് പ്രശാന്ത്, വാൽക്കണ്ണാടി പ്രശാന്ത്. അത് വേണ്ട, അതെന്ന് വെച്ചാൽ വാൽക്കണ്ണാടി ഗെയിം ഷോയും കളികളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ എങ്ങനെ ഈ വാൽക്കണ്ണാടി പ്രശാന്ത് മാറ്റും എന്നുള്ള ചിന്തയുടെ പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് സജസ്റ്റ് ചെയ്ത് ഫുൾ നെയിം സോഷ്യൽ മീഡിയാസിൽ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഫുൾ നെയിം? ഞാൻ പറഞ്ഞു പ്രശാന്ത് ഫിലിപ്പ് അലക്സാണ്ടർ. അപ്പോൾ പറഞ്ഞാൽ ഫിലിപ്പിനെ അങ്ങ് മാറ്റിയിട്ട് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ അടുത്ത് ഫ്രണ്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ അലക്സാണ്ടർ പ്രശാന്ത് എന്ന് ഇട്ടു. അലക്സാണ്ടർ പ്രശാന്ത്. അങ്ങനെയാണ് ഇപ്പം എന്നെ അലക്സേട്ട എന്നൊക്കെ ലൊക്കേഷനിൽ വിളിക്കണ്ടേ? അതെ. അപ്പൊ പിന്നെ തിരിച്ചിട്ടൂടെ ഇനി? പക്ഷെ പുതിയ പിള്ളേർ ഇപ്പൊ അലക്സേട്ട എന്നാ വിളിക്കുന്നത്. അലക്സാണ്. എനിക്കും സന്തോഷമാണ്. പപ്പയുടെ പേര് ഫ്രണ്ടിൽ കിടന്നോട്ടെ. ഓ, ആദ്യം പപ്പ, പിന്നെ അപ്പൊ ഞാൻ എന്ത് വിളിക്കണം എന്ന് പറയാം? അലക്സ് എന്ന് വിളിക്കണം, പ്രശാന്ത്? സ്നേഹത്തോടെ എന്ത് വിളിച്ചാലും, സോമാന്ന് വിളിച്ചാലും കേൾക്കും, എടാ അളിയാന്ന് വിളിച്ചാലും കേൾക്കും, ബ്രോന്ന് വിളിച്ചാലും കേൾക്കും. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നില്ലേ ഈ പ്രോജക്റ്റ്? ഈ ആദ്യമായിട്ട് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ഒരു ഐഡിയയും ഒക്കെയാണ്. അപ്പോൾ സോമനെ കുറിച്ച് വായിക്കുമ്പോൾ ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു? എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുരുഷപ്രേതം ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ പ്രോജക്റ്റും ചെയ്തെടുത്തതും പിന്നെ അത് റിലീസ് ചെയ്യും, ഇതെങ്ങനെയാവുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം എന്നെപ്പോലെ ഇങ്ങനെ 2 സീൻ 3 സീനിൽ അഭിനയിച്ച് നടക്കുന്ന ഒരാൾ ഫുൾ ലീഡിലൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കപ്പെടും? താങ്ക് യു. അതൊക്കെ മീൻസ് അത് ആ പ്രോജക്റ്റിന് ഭയങ്കര ഭാഗ്യങ്ങളുണ്ടായിരുന്നു. കൃഷാന്തിന് ആവാസവ്യൂഹം എന്ന് പറഞ്ഞ പടത്തിൽ സ്റ്റേറ്റ് അവാർഡും പിന്നീട് നാഷണൽ അവാർഡും കിട്ടുന്നതൊക്കെ പുരുഷപ്രായത്തിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത്? കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണല്ലോ നമ്മളെ സെൻട്രിക്കായിട്ട് നമ്മളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടൊരു ഫുൾ സ്റ്റോറി പറയും. നമുക്ക് എന്നും ചെയ്യാനുണ്ട്, എന്നും രാവിലെ ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ അഭിനയിക്കാനുണ്ട്. അപ്പം നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ തീരാതായപ്പം എനിക്ക് തോന്നി, ദൈവമേ ഇത് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യും? കാരണം ഇനി 2 സീൻ 3 സീനൊന്നും എന്നെ സന്തോഷിപ്പിക്കുകയില്ല. അല്ല, നമുക്കിനി അങ്ങോട്ട് പോയിട്ട് വേറെ ഇടയ്ക്ക് പോയി അവിടെ കാത്തിരുന്നിട്ട് ഒരു ഷോട്ടിനെ പറ്റിയാണ്, അതൊന്നും ഇനി പറ്റുകയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ കൃഷാന്തിനോട് പറഞ്ഞപ്പോൾ കൃഷാന്ത് പറഞ്ഞു, ചേട്ടാ അത് ഡേഞ്ചറാണ്, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു, കാരണം അങ്ങനൊന്നും കിട്ടൂല ചേട്ടാ. കൃഷാന്തിൻ്റെ ലാംഗ്വേജ്, ചേട്ടാ അങ്ങനെയൊന്നും കിട്ടൂല, ഇത് ഇറങ്ങിയാലും ചേട്ടൻ കുറച്ച് കാലം കൂടെ സ്ട്രഗിൾ ചെയ്യേണ്ടിയൊക്കെ വരും, അങ്ങനെയൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കത് അറിയാം, എന്നാലും ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു എനർജിയും എക്സൈറ്റ്മെൻറ്റും എനിക്കിനിയും അടുത്തൊരു സ്ഥാനത്ത് കിട്ടുമോ എന്നെനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ചേട്ടാ ഇത് എന്തായാലും ചേട്ടൻ്റെ പ്ലേസ്മെൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും, പക്ഷേ ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പോക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ അതിനെ പിന്നെ മനസ്സിൽ ശീലിപ്പിച്ചിട്ട് ഇടയ്ക്ക് വന്ന 2 സീൻ 3 സീൻ പടങ്ങളൊക്കെ ഞാൻ പോയി ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് നിതിൻ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ
എടോ നമ്മളൊരു സീരീസ് ചെയ്യാൻ പോകണം. അപ്പം നിതിനുമായിട്ട് ജസ്റ്റ് കണ്ടു പരിചയമേ ഉള്ളൂ. നമ്മളൊരു സീരീസ് ചെയ്യാൻ പോവാണ്, അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യണം, ഒന്ന് കേട്ട് നോക്ക്. ഞാൻ പറഞ്ഞു കേൾക്കാം. സുരാജിൻ്റെ ഒപ്പം ത്രൂ ഔട്ട് എല്ലാ എപ്പിസോഡിലും വരുന്ന ത്രൂ ഔട്ട് കഥയിൽ വരുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ അതിൻ്റെ ഒരു കളി അറിയണമെങ്കിൽ താൻ നേരിട്ട് വന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ചെന്നു എന്നോട് ഈ കഥ മൊത്തം പറഞ്ഞു. കഥ മൊത്തം പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം നോക്കും നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പോക്ക് കറക്റ്റാണ്. അത് ക്ലൈമാക്സ് ഒന്ന് തീരുമ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ ട്രാവലിനൊരു കൃത്യമായൊരു ഉദ്ദേശമുണ്ട് ടുവേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് കൊള്ളാം, ഇത് ത്രൂ ഔട്ട് ഉണ്ട്. സുരാജേട്ടൻ പൊളിക്കും. സുരാജിന് ഒത്തിരി ചെയ്യാനുള്ള, പിന്നെ സുരാജാണ് എൻ്റെ കളികളിൽ പെട്ടുപോകുന്നൊരു മനുഷ്യൻ. പുള്ളിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ ചെറിയ ഫ്രോഡ് പരിപാടികളിലൊക്കെ ഞാൻ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് മിക്ക പടങ്ങളിലും ഇങ്ങനത്തെ പരിപാടി, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനും. പിന്നെ നിതിൻ ആ ക്യാരക്ടേഴ്സ്, നിതിന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പം നിതിൻ പഴയ 2 നടന്മാരെയാണ് ആ ക്യാരക്ടറിലേക്ക് വെച്ചിരുന്നത്. മനസ്സിൽ എഴുതി പോകാനുള്ളൊരു സുഖത്തിന് വേണ്ടി. അത് നിതിൻ തന്നെ പറഞ്ഞു, അതിലൊന്ന് ഭരത് ഗോപിയും ഒന്ന് നെടുമുടി വേണുചേട്ടനുമാണ് എന്ന് പറഞ്ഞിരുന്നു. നെടുമുടി ചേട്ടനാണ് സോമൻ, ഭരത് ഗോപി ചേട്ടനാണ്. അപ്പം ഇങ്ങനെ കുറേ സിനിമകൾ പണ്ടുണ്ട്. ഈ ഗോപിച്ചേട്ടനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്ന ക്യാരക്ടേഴ്സ് വേണുചേട്ടൻ ചെയ്തിട്ടുണ്ട്. ആരോരും അറിയാതെ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ. പിന്നെ വേറെ പല പടങ്ങളിലും ഈ സോമൻ്റെ ട്രേസിലുള്ള സാധനങ്ങൾ വേണുചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഐഡിയ. സുരാജേട്ടൻ ഗോപിച്ചേട്ടനെ പോലത്തെ ഒരാൾ. ഞാൻ ആ ക്യാരക്ടറിനെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇത്രയും ആത്മാർത്ഥതയുള്ള സുഹൃത്തോ, ഇത്ര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് ദൈവമേ, ഇത്രയും സ്നേഹമുള്ള ഒരു സുഹൃത്തിനെ. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കണ്ടത്. ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് പറയും, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും എൻ്റെ സഹോദരനെ പോലെ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ക്യാരക്ടർ ചെയ്തിരുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് എത്തിയപ്പോൾ എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. ഞാൻ അതിനെ അങ്ങനെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൺവിൻസിംഗ് ആയിട്ട് അവിടെ വരെ ആ ക്യാരക്ടറിനെ എത്തിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു അതിനൊരു ബാക്ക് സ്റ്റോറിയും ഉണ്ടാവാം. സീരീസ് അല്ലേ, ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കട്ട് ടു പാസ്റ്റ് ടെൻസ്. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായത് ബേസിൽ ജോസഫിന്റെ കൂടെയാണ്. ബേസിൽ ഒരു പള്ളിയിലച്ഛന്റെ മകനാണ്, പ്രശാന്തും പള്ളിയിലച്ഛന്റെ മകനാണ്. ആൻഡ് ബേസിൽ പറയുന്നുണ്ട് ഈ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രശാന്തിന് അത് ഇത്രൂടെ ഒബ്വിയസ് ആയിരുന്നേന്, ബീങ് പ്രോബബ്ലി എ ലിറ്റിൽ ഓൾഡർ ദാൻ ബേസിൽ. ടെൽ മീ അബൌട്ട് ഈ സിനിമാ ഭ്രാന്ത് കയറിയ സമയത്ത് മല്ലപ്പള്ളിക്കാരൻ ആ ഒരു പ്രദേശത്ത് എന്തുവായിരുന്നു സിനാരിയോ? നമ്മൾ അന്ന് 90s സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമകൾ കാണും. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പം 3-4 കാസറ്റുകൾ കൊണ്ടുവന്നു. അന്ന് അമൃതം ഗമയ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഇങ്ങനത്തെ 3-4 പടങ്ങൾ. ഇത് അന്ന് വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലല്ലോ. TV ഓൺ ചെയ്ത ഗ്രെയിൻസ് മാത്രമേ കാണാനുള്ളൂ. ദൂരദർശൻ നമുക്ക് കിട്ടത്തില്ല. മീൻസ് ആൻറ്റിനെ വെച്ച് തിരിച്ച് ആ മെനക്കേണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു വേനല്ലേ. അപ്പോൾ ഈ കാസറ്റുകളിൽ തന്നെ പിന്നെ രാവിലെ തൊട്ടിട്ട് കണ്ട് ഭയങ്കര അഭിനയം എന്ന് പറയുന്ന സാധനം നമ്മൾ അന്നും വീട്ടിലിങ്ങനെ അതുപോലെയൊക്കെ എനാക്ട് ചെയ്യും. അത് ഇന്നത്തെ പിള്ളേരും അതൊക്കെ ചെയ്യുമായിരിക്കും. ഇന്നത്തെ പിള്ളേർ കുറച്ചും കൂടെ വ്ളോഗേഴ്സിൻ്റെ പരിപാടികളും ഹലോ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പോലെ ഇന്ന് അവരതാണ് കൂടുതൽ കാണുന്നത്. നമ്മളന്ന് ചെയ്തിരുന്നത് മറ്റേ സന്മനസ്സുള്ള സമാനത്തെ പോലെ ഒരു കുടയെടുത്ത് ഇങ്ങനെ ഉടുപ്പിൻ്റെ പുറകെ തൂക്കി ഒരു തോർത്തൊക്കെ എടുത്ത് മുണ്ട് പോലൊക്കെ ആക്കി ഇങ്ങനെ നടന്നു വന്ന് ഈ ഡയലോഗൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടികളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്. അതല്ലാതെ സിനിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഒരു കാലത്തും എത്തിപ്പെടാൻ പറ്റില്ല. അത്രയ്ക്ക് ദൂരമാണ്. സിനിമ എവിടെയോ ആണ്. അപ്പം ഒരിക്കലും നമ്മൾ സിനിമയിൽ എത്തില്ല. പക്ഷെ സിനിമ ഇഷ്ടമാണ്. ഈ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ എന്നെ ഒരു പ്രാവശ്യം അടുത്തുള്ളൊരു സാറ് മോണോ ആക്ട് പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എന്നെ അവിടെ വിട്ട് മോണോ ആക്ട് പഠിപ്പിച്ചു. ആ മോണോ ആക്റ്റായിട്ട് ഞാൻ സ്കൂളിൽ പോയി മത്സരിച്ച് ഫസ്റ്റ് മേടിച്ചു. ഫാൻസി ഡ്രസ്സിന് പള്ളിയിലെ പരിപാടികൾക്കൊക്കെ പപ്പായും മറ്റേ യുവജന സംഘത്തിലെ ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാം കൂടെ എന്നെ ഒരുക്കി സ്റ്റേജിൽ കയറ്റി വിടും. ഇതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പോയി സ്റ്റേജിൽ പോയി ഒരു കറങ്ങിയിട്ട് തിരിച്ചിറങ്ങി വരും. അതിന് സമ്മാനങ്ങൾ കിട്ടും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. പാട്ട് പിന്നെ കൊയർ പാട്ടുകാരനാണ്. മറ്റേ ചേച്ചിമാർ 2 പേരും കൊയറിൽ പാടുന്നുണ്ട്. ഞാനും പോയി പാടും. അച്ഛൻ്റെ മക്കളല്ലേ, കൊയറിൽ പാടും. അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികൾ ഒക്കെ ആയിട്ട് നിന്നിരുന്നു. പിന്നെ ഈ മോണോ ആക്ട് പഠിച്ചതിന് ശേഷം കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി, കുറച്ചും കൂടെ സീരിയസ് ആയി. ഇതിപ്പോൾ കോമ്പറ്റീഷൻ ഈ ഒരു ഐറ്റമായി. പിന്നെ അന്ന് ഈ മിമിക്രി കാസറ്റുകൾ, കലാഭവൻ്റെ ഒക്കെ കാസറ്റുകൾ വരുമായിരുന്നു. ഇത് കേട്ട് പഠിച്ചിട്ട് മിമിക്രി എന്ന് പറഞ്ഞൊരു പരിപാടി ആയി.
അപ്പം സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ. അപ്പം മിമിക്രിയുമായി മോണോ ആക്റ്റുമായി ഫാൻസി ഡ്രസ്സുമായി ടാബ്ലോ പോയി അനങ്ങാതെ നിന്നാൽ മതി. എന്തെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഒരു ആശയവുമായിട്ട് സ്റ്റേജിൽ കയറി അനങ്ങാതെ നിന്നാൽ മതി. അപ്പോൾ ഈ 4 പരിപാടികൾക്ക് നമ്മൾ സ്ഥിരമാണ്. സ്റ്റേജ് ഫ്രൈറ്റ് നമുക്കുണ്ട്. ആദ്യം ഒന്ന് കയറാൻ വലിയ പാടാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ കയറി മെഴുകാൻ ഒരു പാടുമില്ല. ഫസ്റ്റ് ടൈം ഒന്ന് കയറിയിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഈ സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പാട്ടൊരൈറ്റമായിട്ട് എങ്കിൽ ലളിതഗാനത്തിന് ഞാൻ ചേരും. അപ്പോൾ ഫസ്റ്റ് ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. അതിനൊന്ന് കയറി എന്തെങ്കിലുമൊക്കെ പാടിയിട്ടിറങ്ങി അതിന് സമ്മാനമൊന്നും കിട്ടത്തില്ല. മാക്സിമം ഒരു തേർഡൊക്കെ കിട്ടത്തുള്ളൂ. ഭയങ്കര സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി അന്നും ഭയങ്കര ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് ഈ കൗശലവും ഈ ബുദ്ധിയും മമ്മി പറയുന്നത് അപ്പൻ്റെ കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ചിലപ്പോൾ ബ്ലഡിലുള്ള എനിക്ക് അറിയാൻ പറ്റത്തില്ല ഈ കൗശലം വെച്ചിട്ട് പാടിയിട്ടിറങ്ങും. പിന്നെ ധൈര്യമായി. അപ്പം ഇതിനപ്പുറത്തേക്ക് സിനിമാ ചിന്തകൾ നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ ഡിഗ്രി എത്തി കഴിയുമ്പോൾ ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അന്നത്തെ ഏറ്റവും വലിയ ടെൻഷനാണ്. അപ്പോൾ MBA അന്നൊരു ലോഡ് MBAക്കാരാണ് നമ്മളുടെ മുമ്പിൽ. MBA ചെയ്താൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് പപ്പ എന്നോട് പറയുന്നത്, നീ കുറച്ച് കലാകാരനൊക്കെ അല്ലേ, നീ എന്തിനാണ് MBA ഒക്കെ പഠിക്കാൻ പോകുന്നത്? നിനക്ക് സിനിമ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൂടെ? നീ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞു. പോയി പഠിക്കുക എന്ന് പറയാനല്ല, അത് അവിടെ എങ്ങനെ പോകാമെന്നോ എങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്നോ പപ്പായ്ക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചപ്പോൾ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ മറ്റേ കൗശലം അത് എഴുതുന്നതിന് മുമ്പ് ഒരു ട്രയലിന് വേണ്ടി വേറൊരു എക്സാം എൻട്രൻസ് എഴുതിയിട്ട് അപ്പോൾ നമുക്കൊരു ശീലമാവുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് JNU ക്യാമ്പസിൽ ഡിപ്ലോമ കോഴ്സ് ടെലിവിഷൻ ആൻഡ് സിനിമ അതിൻ്റെ എക്സാം എഴുതാൻ പോയി. ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ പോയി എക്സാം എഴുതാൻ പോയി. ക്ലിയർ ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. വായിച്ച് നോക്കിയപ്പോൾ എഫക്റ്റ് ഓഫ് മീഡിയാസ് ഇൻ സൊസൈറ്റി അത് വായിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ആ സിനിമ, ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സിനിമ കണ്ട പോലെ അല്ല സിനിമ പഠിക്കാൻ പോകുന്ന ആൾക്കാർ സിനിമ കാണേണ്ടത്, നമ്മൾ പത്രം വായിച്ച പോലെ അല്ല നമ്മൾ പത്രം വായിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ 100 ഇരട്ടിയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഞാൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സന്മനസ്സുലോക സമാധാനം 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മലയാള സിനിമകളെല്ലാം 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നുള്ള ലോക സിനിമകളിലേക്ക് നമുക്കൊരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ലിമിറ്റേഷൻ, നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയൊരു ഗ്രൂപ്പ് ഇംഗ്ലീഷ് പടങ്ങൾ മാത്രം കാണുന്ന ചെറിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവന്മാർ വന്നിട്ട് മെൻ ഇൻ ബ്ലാക്ക് ഇറങ്ങി, അതിനകത്ത് ഇന്ന ആക്ടറിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവന്മാർ പൊടെ സായിപ്പ് കളിക്കാൻ വന്നേക്കുന്നു പൊടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പൊട്ടക്കുളത്തിലെ തവളകളാണ്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ഒരു ചെറിയ ഏരിയ മാത്രമാണെന്നുള്ള തിരിച്ചറിവും. ഞാൻ തിരിച്ചു വന്നിട്ട് പപ്പായോട് പറഞ്ഞു, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോയിട്ടില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ പോയിട്ടാണ് കൊടൈക്കനാലിലൊരു കോളേജിൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ ഏഷ്യാനെറ്റ് വരുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാം അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിലേക്ക് കോളേജിൽ നിന്ന് 2 സ്റ്റുഡൻസ് ആങ്കർ ചെയ്യാൻ വേണമെന്ന് പറയുന്നു. ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ 2 കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ മലയാളം ചാനലാണല്ലോ, ഞാനാണ് അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെയുള്ളൊരു മലയാളി. അപ്പോൾ ആ അതിനു മുമ്പ് നമ്മൾ ഒരു ഓഡിഷൻ നടത്തി. അപ്പം വന്ന പിള്ളേരൊക്കെ ഏതാണ്ടൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മലയാളം ചാനലാണ്, കൃത്യമായ മലയാളം പറഞ്ഞാലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷൊന്നും കയറി വരരുത്. ഇവരെല്ലാം വിദേശത്ത് ജനിച്ചു വളർന്ന പിള്ളേരാണ്. ഇപ്പോൾ NRI സ്റ്റുഡൻസ് ആണ് കൂടുതലും. ഇവർക്കൊക്കെ കംപ്ലീറ്റ് മലയാളം പറയണമെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ തന്നെ പ്ലാൻ ചെയ്തു, ഞാൻ തന്നെ കയറി, അങ്ങനെ തുടങ്ങി വാൽക്കണ്ണാടി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളാണ് ആദ്യത്തെ സിനിമ. ജോജുവിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ജോജുവിൻ്റെ കുറേ, അതായത് ഈ ഒരു 20 years ഓഫ് റണ്ണിങ് ബിഹൈൻഡ് മൂവീസ് ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയുള്ളൊരു ജേർണി ഉണ്ടായിരുന്നു. പ്രശാന്തിനെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്. ഈ സ്ട്രഗ്ലിംഗ് ഫേസിനെ കുറിച്ച് നമ്മൾ ക്ലീഷേ സ്ട്രഗ്ലിംഗ് ഫേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശാന്തിന് ഡൈജസ്റ്റ് ആവില്ല എന്ന് തോന്നുന്നു. കാരണം പ്രശാന്ത് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, കാരണം എനിക്കതൊരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പ്രശാന്ത്, വേർ യു ഫെൽറ്റ് ഹോപ്പ്ലെസ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല എന്ന് തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആ സമയത്ത് എൻ്റെ രൂപവും എൻ്റെ ഏജും
ഒക്കെ വെച്ചിട്ട് എന്നോട് അന്ന് എല്ലാവരും പറയുന്നത് ഒരു കാര്യം, അതായത് ഞാൻ 2005 ഞാൻ ടെലിവിഷൻ നിർത്തി. സിനിമയിൽ അച്ഛനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊരു ലാൽ ജോസ് സാറിൻ്റെ പടമായിരുന്നു. ലാൽ ജോസ് സാറ് എടാ നിനക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ അന്ന് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ പോയപ്പോൾ ബ്ലസ്സിയേട്ടൻ തിരുവല്ലക്കാരനാണ്, ബ്ലസ്സിയേട്ടൻ്റെ വീട്ടിൽ പോയി. ആ ബ്ലസ്സിയേട്ടൻ അന്ന് കാഴ്ച കഴിഞ്ഞ് തന്മാത്ര കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ ബ്ലസ്സിയേട്ടനും പറഞ്ഞു, പ്രശാന്ത് ഇനിയും ടെലിവിഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, സിനിമയ്ക്ക് വേണ്ടി കുറച്ച് ടെലിവിഷനിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ വലിയ രണ്ട് ഡയറക്ടേഴ്സ് പറഞ്ഞല്ലോ, ഞാൻ ടെലിവിഷൻ വിട്ടു. വരുമാനം ഇങ്ങനെ കട്ടാവുകയാണ്. പക്ഷെ സിനിമ വരുമല്ലോ, ഞാൻ നല്ല ഉഗ്രനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അതിൽ നിന്ന് മാറി ഞാൻ സിനിമയ്ക്കായിട്ട് കാത്തിരുന്നു വീട്ടിൽ. മാസങ്ങളോളം കാത്തിരുന്നു, വർഷങ്ങളോളം കാത്തിരുന്നു. അപ്പൊ വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്? വേറെ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ? ഇല്ല, അന്ന് പപ്പായുടെ മെമ്മയുടെ കൂടെ ആയിരുന്നു താമസം. അതുകൊണ്ട് ഭക്ഷണം അങ്ങനെ നടന്നു പോകും. അപ്പൊ ഷീബ വന്നു കഴിയുമ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? ഷീബയോട് പറഞ്ഞു, ഇതാണ് ജീവിതം, ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചൊക്കെ പോകണമെന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്കല്ലേ ഷീബനെ കല്യാണം കഴിച്ച 2005 കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ TV നിർത്തുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഫേസ്, ഷീബയുടെയും താങ്കളുടെയും സ്ട്രഗ്ലിംഗ് ഫേസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് പൈസ മാനേജ് ചെയ്തത്? പൈസ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടിലും വലുത് ഈ സമയം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ. രാവിലെ ഷീബ കോളേജിൽ പോകും, ഞാൻ വീട്ടിൽ ഇരിക്കും. അപ്പം കാണുന്ന ആൾക്കാരൊക്കെ തിരക്കുണ്ടായിരുന്ന ടെലിവിഷൻ ആങ്കർ ആയിരുന്നല്ലോ. അപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒക്കെ എല്ലാവരും തിരിച്ചറിയും. അപ്പോൾ ഇവരെ ഫേസ് ചെയ്യണമല്ലോ എന്നുള്ള പേടി കാരണം പുറത്ത് ഇറങ്ങാതായി. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഈ കോവിഡ് വന്നതിന് ശേഷം മാസ്കും തൊപ്പിയും വലിയ ഗുണകരമാണ്. പക്ഷെ അന്ന് നമുക്ക് ആ ഐഡിയ ഇല്ലല്ലോ. അന്ന് മാസ്ക് ഇട്ടാണെന്നോ വല്ല അസുഖക്കാരനാണെന്ന് പറയുന്നുള്ളൂ. അങ്ങനെയൊന്നും പുറത്തിറങ്ങാനൊന്നും പോകത്തില്ല. പകൽ മൊത്തം ഇങ്ങനെ വീട്ടിലിരിക്കും, സിനിമകൾ കാണും. പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ അഭിനയിക്കാൻ എനിക്ക് വേഷങ്ങൾ കിട്ടുന്നില്ല. ഞാൻ ശ്രമിച്ചാലല്ലേ കിട്ടത്തുള്ളൂ, ഞാൻ വിളിച്ച് ചോദിച്ചാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല ഇത് ചോദിക്കണം എന്നുള്ളത്. എൻ്റെ സിനിമ ഞാൻ ചെയ്ത് അവിടെ കിടപ്പുണ്ടല്ലോ, ഇത് കാണുമ്പോൾ അവനെ വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുള്ളത്. എൻ്റെ ആ സിനിമ കണ്ടിട്ട് എന്നെ ഇന്ന ഡയറക്ടർ വിളിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആ ഫോട്ടോ കണ്ടിട്ട്, എൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് എന്നെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇയാൾ ഈ ചാൻസ് തെണ്ടിപ്പോകുന്ന കഥകളൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ തുടങ്ങിയത് എപ്പോഴാണ്? ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ജീവൻ വെച്ചത്. അപ്പോഴാണ് എനിക്കൊരു ബൾബ് കത്തിയത്. ആക്ഷൻ ഹീറോ ബിജു മൊത്തത്തിൽ ആക്ടിങ്ങിലും ഒരു ബൾബ് കത്തി. അതുവരെ ചെയ്തുകൊണ്ട് വന്ന പോലെ അല്ല ആക്ഷൻ ഹീറോ ബിജുവിൽ ഞാൻ പെർഫോം ചെയ്തത്. അതെന്നെ ഷൈൻ മൊത്തത്തിൽ പൊളിച്ച് എനിക്കൊരു പുതിയ ഇൻസൈറ്റ് തന്ന്. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ഇത് ഇങ്ങനൊക്കെ റിസൾട്ട് വരുമോ എന്നുള്ള സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്നു. ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങി, അത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ കണ്ടു. എനിക്ക് മനസ്സിലായി ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ചാൻസ് ചോദിക്കണം എന്നുള്ളത്. എനിക്ക് സുധി കോപ്പ ഞാനും കൂടെ ഒരു പടം ചെയ്തപ്പോൾ സുധിയുടെ ഫോണിലേക്ക് വരുന്ന കോളുകളിലൊരു 95% സിനിമയിൽ നിന്നുള്ള കോളുകളാണ്. സുധിയുടെ ഫ്രണ്ട്സ്, സിനിമയിലുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ സുധി പറയുന്നേക്ക, പുള്ളി പറഞ്ഞു നിങ്ങൾക്കൊക്കെ വർക്കുണ്ടല്ലോ, എനിക്ക് വർക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്നും കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് റോങ് അടിച്ചത് കേട്ടപ്പോൾ. കാരണം എനിക്ക് തോന്നിയത് ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്കൊരു വേഷം കിട്ടുന്നത്. അതിപ്പോൾ 1-2 അടുപ്പിച്ച് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവനും കൂടെ ഞാൻ വർക്കുണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ. ദൈവമേ, ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര നെഗറ്റിവിറ്റി എന്നിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോകുന്നതും സംസാരിക്കാൻ വരാതിരിക്കുന്നതും ഒക്കെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യത്തിന് ഞാൻ കാണുന്നത് ഭയങ്കര റോങ് വേയിലാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര മെച്ചറാണെന്നുള്ള ചിന്തയിൽ ഭയങ്കര പക്വപരമായിട്ടൊക്കെയാണ് പ്രപ്പോസലൊക്കെ നടത്തിയത്. ശിവ യെസ് പറയുകയും ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം പെൺപിള്ളേർ ആരും യെസ് പറയത്തില്ലല്ലോ. പിന്നെ അവർക്ക് അറിയണം എന്തുകൊണ്ടാണ്, വൈ മീ, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ച് കൊടുക്കണം.